വാർത്തയിലേക്കാണ്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കോൺഗ്രസ് പ്രവർത്തകന്റെ പ്രതിഷേധം. കോട്ടയം കുറുപ്പുംതറയിലാണ് സംഭവം. കുറുപ്പുംതറ സ്വദേശിയായ ഫ്രാൻസിസ് ആണ് സ്വന്തം ഓട്ടോറിക്ഷയുടെ പുറകിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാനാണ് വോട്ട് ചെയ്തതെന്ന് പറഞ്ഞായിരുന്നു ഭീഷണി. പിന്നീട് ഫ്രാൻസിസിനെ പോലീസ് എത്തി അനുനയിപ്പിച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അടുത്ത് വരില്ല 10 മിനിറ്റ് എനിക്ക് 10 മിനിറ്റ് ഞാൻ വണ്ടി സ്റ്റേഷനിലേക്ക് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണം. ആയിരക്കണക്കിന് ജനങ്ങൾ വോട്ട് ചെയ്ത ഈ നാട്ടിലെ കോൺഗ്രസിന്റെ പ്രവർത്തനം ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ ഈ തെരുവിലേക്ക് നിൽക്കുന്നു. പോലീസ് അധികാരികളെ എല്ലാം മാനിച്ചുകൊണ്ട് നമ്മള് ജനങ്ങൾ ഇത്രയും കോൺഗ്രസിന് 102 സീറ്റ് ഭരണത്തിൽ അധികാരത്തിൽ കൊടുത്തിട്ടും ഈ UDF ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ പൊട്ടന്മാരെ പോലെ മുഖ്യമന്ത്രി ഇന്ന് തെരഞ്ഞെടുക്കും നാളെ തെരഞ്ഞെടുക്കും എന്ന് പറഞ്ഞില്ല. ഇവിടെ ജനങ്ങളുടെ ആവശ്യം എന്നെ പോലെ 100 കണക്കിന് പ്രവർത്തകര് ജീവിതം അസ്തമിപ്പിക്കാൻ വേണ്ടി തന്നെ നിൽപ്പുണ്ട്. കാരണം ഇവിടെ ഒരേ ഒരു മുഖ്യമന്ത്രിയെ പാടുള്ളൂ, അത് വി.ഡി. സതീശൻ. എന്നാലും കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ സജീവമാകുന്നതനുസരിച്ച് ഫ്ലെക്സ് ബോർഡുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വേറിട്ട പ്രതിഷേധമാണ്. ആത്മഹത്യാ ഭീഷണി മുഴക്കി വി.ഡി. സതീശനെ മുഖ്യമന്ത്രി ആക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. കോട്ടയം കുറുപ്പുംതറയിലാണ് സംഭവം. കുറുപ്പുംതറ സ്വദേശിയായ ഫ്രാൻസിസ് ആണ് ഇത്തരത്തിൽ സ്വന്തം ഓട്ടോറിക്ഷയുടെ പുറകിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാനാണ് വോട്ട് ചെയ്തത്. UDF എന്നാൽ ചെയ്യുന്നത് എന്താണ് എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. പിന്നീട് എന്തായാലും ആത്മഹത്യാ ഭീഷണി മുഴക്കിയതിന് പിന്നിലെ പോലീസ് എത്തി അനുനയിപ്പിച്ചാണ് ഈ പ്രവർത്തകനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്നാലും ഫ്ലെക്സി യുദ്ധം മറുസ്ഥലത്ത് ഉയരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ആത്മഹത്യാ ഭീഷണികൾ കൂടി മുഴങ്ങുന്ന സാഹചര്യമാണ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടി.